Good morning, all. എല്ലാവരും കയറി വരുന്നേ ഉള്ളൂ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? Employee benefits and employee benefits. Employee benefits, concept of employee benefits. Employee benefits are also popularly known as fringe benefits, which is a ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചുള്ളൂ അല്ലെ? പ്രൊഡക്ഷൻ ഫസ്റ്റ് ഡെഫിനിഷൻ അതുവരെയാണ് നോക്കിയത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ അല്ലേ? ഫസ്റ്റ് ഡെഫിനിഷൻ വരെയല്ലേ നമ്മളെടുത്ത് 1, 2 അല്ലെ? അക്കോർഡിംഗ് ടു വില്യം ബി വെത്തത്തോളം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എംപ്ലോയ് ബെനിഫിറ്റ്സ് അപ്പൊ നമ്മൾ കണ്ടു. എന്താണ് തൊഴിലുടമ തൊഴിലാളികൾക്ക് കേസ് അവരുടെ സാലറിക്ക് അപ്പുറം അല്ലെ എന്തെങ്കിലും ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവുന്നു? സാലറിക്ക് അപ്പുറം അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കിട്ടുമ്പോൾ എംപ്ലോയി സാറ്റിസ്ഫൈ ആവുന്നു. അതുകൊണ്ട് തന്നെ അവര് നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ? ആ ഒരു പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് എംപ്ലോയർ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയർ ബെനിഫിറ്റ്സുകളൊക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നത്. നമ്മൾ കണ്ടു അത് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. അതായത് ചിലപ്പോൾ സ്വമേധയ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്ന കോമ്പൻസേഷനുകളായിരിക്കാം. അതല്ലാതെ നമുക്കറിയാം നിയമപരമായിട്ട് ചില ആനുകൂല്യങ്ങളും മസ്റ്റായിട്ടും അല്ലെ എംപ്ലോയിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആക്ട് അല്ലെ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ട ചില കോമ്പൻസേഷനുകളുണ്ട്. അത് അങ്ങനെ തന്നെ ലഭ്യമാക്കേണ്ടതാണ്. അതിനപ്പുറം കേസ് എംപ്ലോയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോമ്പൻസേഷനുകളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ തന്നെ ചിലപ്പോൾ അവര് എല്ലാവരും കൂടി സംഘടിതമായിട്ട് തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തി അല്ലെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ തന്നെ സംഘടിച്ച് അത്തരത്തിലുള്ള കോമ്പൻസേഷനുകളും നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു രീതി അല്ലെ വോളണ്ടറി ആസ് എ ലീഗൽ റിക്വയർമെന്റ് or as a part of collective negotiated agreement എഗ്രിമെന്റ് ബേസ് ചെയ്ത് അല്ലെ ഒരു സബ്ജക്ട് സംഘടിപ്പിച്ച് ഈ പറഞ്ഞ എംപ്ലോയർ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ അദ്ദേഹത്തിന്റെ വീക്ഷണകോണില് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡയറക്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് എംപ്ലോയർ റിസീവ് ഫോർ കണ്ടിന്യൂയിങ് ദർ എംപ്ലോയ്മെന്റ്. തുടർച്ചയായിട്ട്
അതുപോലെ നമുക്ക് കീഴിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ലഭ്യമാകേണ്ട അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടല്ലാതെ സാമ്പത്തികമായിട്ടല്ലാതെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എംപ്ലോയ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വീണ്ടും എന്താണ് അക്കോർഡിംഗ് ടു വില്യം ബി വെത്തറ്റോളും എന്താണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ വിശേഷിപ്പിച്ചു എന്താണ് a broad range of benefits and services that employer receive as a part of their total compensation packages. Okay, നമുക്കറിയാം കോമ്പൻസേഷൻ പാക്കേജിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എംപ്ലോയ് ബെനിഫിറ്റ്സിനെ നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാറോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു കോക്മാൻ അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ എന്താണ് പറയുന്നത് നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ദോസ് ബെനിഫിറ്റ്സ് which are provided by an employer to for benefit of an employee and which are not in the form of wages, salaries and time related payments. Okay, നമുക്കറിയാം ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ഇത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവർക്ക് കൂലി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അല്ലെ, സാലറി അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. നമുക്കറിയാം തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയും അങ്ങനെ ഒരു ബേസിലായിരിക്കും, ഒരു എഗ്രിമെന്റ് ബേസിലായിരിക്കും അവർ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുന്നത് അല്ലെ. ഇത്രയും സാലറി അല്ലെങ്കിൽ ഇത്രയും കൂലി ദിവസവേതനത്തിനാണെങ്കിലും അല്ലെങ്കിൽ മന്ത്ലി സാലറിക്കാണെങ്കിലും ഒരു എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഏതൊരു എംപ്ലോയി തൊഴിലിനെ പ്രവേശിക്കുന്നത്. ഓക്കെ, ഇതിനപ്പുറം എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ദോസ് ബെനിഫിറ്റ്സ് which are provided by an employer to or for the benefit of an employee. അതായത് എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേജസോ സാലറിയോ അല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു കോക്മാരുടെ അഭിപ്രായത്തിൽ എന്താണ് നോട്ട് ഇൻ ദ ഫോം ഓഫ് വേജസ് സാലറീസ് ആൻഡ് ടൈം റിലേറ്റഡ് പേയ്മെന്റ്സ് അല്ലെ, അവിടെ കൂലിയോ അല്ലെങ്കിൽ സാലറിയോ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെന്റ്സോ അല്ല പറയുന്നത്, അതിനപ്പുറം എന്തെങ്കിലും എംപ്ലോയിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇതെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡെഫിനിഷൻ ഓക്കെ അല്ലേ? കോക്മാറിന്റെ ഓക്കെ, അപ്പൊ കോക്മാറിന്റെ അത് ഓർത്ത് വെച്ചേക്കുക, വേജസും സാലറിയും ടൈം റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെന്റ്സിന് അപ്പുറമുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ് നമുക്കറിയാം ഈ എംപ്ലോയ് ബെനിഫിറ്റ്സിന്റെ സവിശേഷതകൾ, അതായത് തീർച്ചയായിട്ടും സാലറിക്ക് അപ്പുറം അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ മറ്റു തരത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ സവിശേഷതകൾ നോക്കാം. ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ് ബെനിഫിറ്റ്സ്. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, ഫസ്റ്റ് പറയുന്നത് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. എംപ്ലോയ് ബെനിഫിറ്റ്സ് ആർ ദ ഫോംസ് ഓഫ് അഡീഷണൽ കോമ്പൻസേഷൻസ് that an employee receives in addition to his or her basic wages and salaries. നേരത്തെ കോക്മാർ വിശേഷിപ്പിച്ച അതേ പോയിന്റ് ഔട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. വേജസിനും സാലറിക്കും അപ്പുറം എംപ്ലോയി റിസീവ് ചെയ്യുന്ന മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ബെനിഫിഷ്യൽ ഫോമിലുള്ള രൂപത്തിലുള്ള അഡീഷണൽ കോമ്പൻസേഷനുകളെയാണ് എന്ന് പറയുന്നത് എംപ്ലോയ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കാം അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് അല്ലെ. സാലറി എന്താണ് പേയ്മെന്റ്സിന് അപ്പുറമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള. ഒരുപക്ഷെ നമുക്കറിയാം ബെനിഫിഷ്യൽ പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ റെന്റ് അല്ലെ, ഹൗസ് നമുക്ക് ഈ കേസ് കോട്ടേജ് ഒക്കെ ഫെസിലിറ്റീസ് അവർക്ക് അനുവദിക്കുന്നത്, അതല്ലെങ്കിൽ നല്ല അല്ലെ നല്ല അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ല സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫെസ്റ്റിവൽ കാര്യങ്ങൾ പോലെ അവരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ സാക്ഷാത്കരിക്കുമ്പോഴൊക്കെ അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് കൊടുക്കാൻ, കാൻറ്റീൻ സർവീസ് കൊടുക്കാൻ, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം സാലറിയുമായി ബേസ് ചെയ്തിട്ട് തരുന്നതല്ല അല്ലെ, അതിനപ്പുറം എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പാക്കേജുകളാണ്. സോ എന്താണ് നമുക്കറിയാം അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷനുകളെയാണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. എന്താണ് പറയുന്നത്? ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ഓക്കെ, നമുക്കറിയാം എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള സാലറിയോ വേജസോ അല്ല, അല്ലെ? As these compensations are generally extended as an employment condition and are not directly related with the performance of the employees. Hence, they are referred to as indirect compensation. Okay, directly സാലറിയോ അല്ലെ പേയ്മെന്റോ അതല്ല, അവര് ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള ഒരു കോമ്പൻസേഷനല്ല, അല്ലെ? അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവർക്ക് കുറച്ചും കൂടി ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെ? വളരെ ഹാപ്പി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ആ ജോലി നിന്ന് വിട്ടു പോവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് എംപ്ലോയറുകൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്, വാഗ്ദാനങ്ങളാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നോക്കാം. As these compensations are generally extended as an employment condition and are not directly related. അത് പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. അത് ഒരിക്കലും എന്താണ് അവരുടെ സാലറി, അല്ലെ? അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുള്ള സാലറിയോ വേജസോ അല്ല, അതിനപ്പുറമുള്ള എന്തെങ്കിലും കോമ്പൻസേഷനുകളാണ് എന്തെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പോയിന്റ് ഓക്കെ അല്ലേ? അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. അല്ലേ? 2 ഫീച്ചേഴ്സ് ആണോ? വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്. ഓക്കെ, ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആർക്കായിരിക്കും അതിന്റെ റിസ്ക് ഉണ്ടാവുക? ആർക്കായിരിക്കും? ആരായിരിക്കും ആ റിസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? മോസ്റ്റ്ലി ആ റിസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആരായിരിക്കും? ആരായിരിക്കും? എംപ്ലോയി ആണോ എംപ്ലോയർ ആണോ? ആരായിരിക്കും? എംപ്ലോയർ ആണോ എംപ്ലോയി ആണോ ഈ കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ വരുമ്പോൾ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്? ആരായിരിക്കും? എംപ്ലോയർ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ മാത്രം പറയും, നിങ്ങൾ ഇങ്ങനെ കഥ കേൾക്കും അതിലിരിക്കും. നമുക്ക് തിയറി പേപ്പറാണ്. അപ്പൊ നമുക്കറിയാം എംപ്ലോയർ ആണ്, തൊഴിലുടമയാണ്, അല്ലെ? ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം എംപ്ലോയിയുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ വഹിക്കാറുണ്ട്. ഇപ്പൊ PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത പ്രൊപ്പോർഷൻ, അല്ലെ? അവിടെ സാലറിയിൽ നിന്ന് എംപ്ലോയിയുടെയും കൂടി ഒന്ന് പിടിക്കാറുണ്ട്, അല്ലെ? കൂടുതലായിട്ട് നമുക്കറിയാം എംപ്ലോയറുടെ ആയിരിക്കും കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് വരുന്നത്. എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കോൺട്രിബ്യൂഷൻ സംഭാവനയും കൂടി പിടിക്കാറുണ്ട്. ചിലപ്പോൾ തന്നെ നമുക്കറിയാം ചില ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോഴും അവര് ഫുള്ളായിട്ട് ആ ട്രിപ്പിന് വേണ്ട ചെലവുകൾ വഹിക്കും. ചിലപ്പോഴൊക്കെ കുറച്ചെങ്കിലും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും അല്ലെ വഹിക്കണം എന്ന് അവർ ആവശ്യപ്പെടും. അപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയ റിസ്ക് വഹിക്കുന്നത് എംപ്ലോയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോക്കാം കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്. Employer benefits are a kind of labor cost for the employers. നമുക്കറിയാം അത് ഒരു തൊഴിലുടമയുടെ തന്നെ വർക്കിലുള്ള ഒരു ലേബർ കോസ്റ്റ് തന്നെയാണ്. These benefits are the expenditure that the employer incur in addition to the basic wage. അല്ലെ? അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള, അതായത് ബേസിക് പേസ് ആയിട്ടുള്ള വേജസോ സാലറിക്ക് അപ്പുറമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജിന് വഹിക്കുന്ന കോസ്റ്റ് ആണ്. അത് മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയർ തന്നെയാണ് വഹിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 3 ഹെഡിങ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരാവുന്നതാണ് പോയിന്റ്സുകൾ. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ്, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ്. തേർഡ് വൺ പറയുന്നത് കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്. ഫോർത്ത് വൺ നോക്കുക, സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. എന്താണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്? സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്, അല്ലെ? Employee benefits are not awarded to the employees for their performances. നമ്മളെ നേരത്തെ പറഞ്ഞു അവരുടെ തൊഴിലിന്, അല്ലെ, തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറിയോ വേജസോ ഒന്നല്ല, അല്ലെ? ആ പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള ഒരു അവാർഡ് അല്ല ഉദ്ദേശിക്കുന്നത്. Rather it aims to stimulate interest in their respective work so as to make their jobs more attractive and productive for them. ഓക്കെ, നമുക്കറിയാം അവരെ ഇച്ചിരിയും കൂടി ഉത്പാദനക്ഷമതയുള്ളവരാക്കി മാറ്റാനായിട്ട്, അല്ലെ? അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്തു പോകാനായിട്ടൊരു താല്പര്യം, അല്ലെ? അത് എംപ്ലോയിയുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എംപ്ലോയർ ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ പാക്കേജുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
This results in their increased earnings and extra wages. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇൻ കേസ് ഒരു മണിക്കൂറൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡബിൾ സാലറി ഒക്കെ വാഗ്ദാനം ചെയ്യും അല്ലേ? അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ? ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ അഡീഷണൽ വർക്ക് അവേഴ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അഡീഷണൽ ആയിട്ടുള്ള വേജസ് അല്ലെങ്കിൽ സാലറി പാക്കേജുകളൊക്കെ കൊടുക്കും അല്ലെ? സാധാരണ രീതിയിലുള്ള വേജസ് ആയിരിക്കില്ല ആ ടൈമിൽ അവർ ഓഫർ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓഫർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഏണിങ്സ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ? അവരുടെ വരുമാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് എംപ്ലോയിക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയർക്ക് നമുക്കറിയാം എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അവരുടെ എന്താണ് അല്ലെ അവരുടെ ലൈഫ് ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യങ്ങളും അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ് അല്ലെ? അവിടെ തീർച്ചയായിട്ടും പറയുന്നത് ആ വർക്കിനോട് താല്പര്യം ജനിപ്പിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അഡീഷണൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നത്. അപ്പൊ മറ്റൊരു സവിശേഷത എന്താണ്? സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്, വർക്ക് ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തേജനം പകർന്നു കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ദ ഫോംസ് ഓഫ് ഡാഷ് കോമ്പൻസേഷൻ അല്ലെ? അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ അല്ലെ? ഇത് ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണോ അല്ലെ അല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് ബേസിക് വേജസിന് അപ്പുറം കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനുകളാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷനുകളാണ്. ഓക്കെ, നമുക്കപ്പോ ചെറിയ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ വർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് ഒരു കമ്പനിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനുകളാണ്. വീണ്ടും നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് പോയിന്റ്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ കണ്ടു ഇപ്പൊ ഇൻ കേസ് ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡബിൾ സാലറി ഒക്കെ കിട്ടാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ജീവിത നിലവാരം ഒന്നും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും എംപ്ലോയീസിന് അല്ലെ? എംപ്ലോയർ ബെനിഫിറ്റ്സ് എയ്ഡ് ഇൻ റേസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ എംപ്ലോയീസ്. ഓക്കെ, അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ശേഷി അത് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു എംപ്ലോയർ ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. നെക്സ്റ്റ് നമുക്ക് പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്. ട്രിപ്പ് കൊണ്ടുപോകാന്ന് വെക്കുമ്പോ കുറച്ച് പേര് വരണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടാണോ ട്രിപ്പ് കൊണ്ടുപോകുക? അല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അല്ലെ? എല്ലാ തരത്തിലുള്ള പാക്കേജസ് ആണെങ്കിലും അല്ലെ എല്ലാവർക്കും കാൻഡിഡേറ്റ് സർവീസ് ആണെങ്കിലും കുറച്ച് പേര് മാത്രമേ കാൻഡിഡേറ്റ് സർവീസിൽ പങ്കാളിയാവാൻ പറ്റുള്ളൂ അങ്ങനെയല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസിനും അല്ലെ ആ കമ്പനിയോടുള്ള എല്ലാ എംപ്ലോയീസിനും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ കോമ്പൻസേഷൻ ലഭ്യമാകുന്നത്. Employee benefits are paid to all employees of the company in accordance to their memberships. കമ്പനിയിലെ മെമ്പർഷിപ്പ് ഉള്ള എല്ലാ എംപ്ലോയീസിനും ഈ കോമ്പൻസേഷനുകളൊക്കെ എല്ലാവർക്കും ലഭ്യമാകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, paid to all employees. Then last feature നോക്കാം, statutory or voluntary. നമുക്കറിയാം ചിലത് നിയമപരമായിട്ട് തന്നെ ഈ കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അതല്ലാതെ സ്വമേധയ ഓർഗനൈസേഷൻ അല്ലെ നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നതുമുണ്ട്. എംപ്ലോയർ ബെനിഫിറ്റ്സ് പ്രോസസ് ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി as well as the voluntary benefits അല്ലെ? നിയമപരമായിട്ട് നമുക്കറിയാം PF, ഗ്രാറ്റുവിറ്റി പോലെയുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീർച്ചയായിട്ടും നിയമപരമായിട്ട് അല്ലെ ഇത്രയും മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ അവിടെ എംപ്ലോയിക്ക് ലഭ്യമാക്കേണ്ടതാണ്. അതല്ലാതെ അല്ലെ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്സ് ഈസ് വോളണ്ടറി ബെനിഫിറ്റ്സ് അറിയാം അല്ലെ? ഇൻ കേസ് തൊഴിലാളികളെ സമയത്തിനൊക്കെ കമ്പനിയിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ സ്വമേധയാ കമ്പനി തന്നെ എടുക്കുന്നതാണ്. എല്ലാ കമ്പനികളും മസ്റ്റായിട്ടും ഇങ്ങനെ ട്രാൻസ്പോർട്ട് സർവീസ് കൊടുക്കണമെന്നൊന്നും നിയമവശമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ബെനിഫിറ്റ്സ് ഒക്കെ അതൊക്കെ ഒരു ചെറിയ എക്സാമ്പിൾ ഒക്കെ ആയിട്ട് ചോദിക്കാറോ? വോളണ്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് അല്ലെ എക്സാമ്പിൾ എന്താണ് നോക്കാം. ട്രാൻസ്ഫർ ബെനിഫിറ്റ് ഒക്കെ വോളണ്ടറി ബെനിഫിറ്റ് ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ബെനിഫിറ്റ്സ് ആർ വോളണ്ടറി ബെനിഫിറ്റ് while provident fund is a statutory benefit. അതേസമയം PF പോലുള്ളതൊക്കെ നിയമപരമായിട്ടുള്ള ബെനിഫിറ്റ് ആണ്. ഇത്രയും അംഗങ്ങൾ
ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും PF ഒക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ നിയമപരമായിട്ടുള്ള ആക്ടിൽ എന്താണോ പറയുന്നത് ആ ആക്ട് അനുസരിച്ചിട്ട് പിന്നെ അതിന് കീഴിൽ വരാൻ സാധ്യതയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഫോം ഓർഗനൈസേഷനൊക്കെ അത് ഫോളോ ചെയ്ത് പോകണം. നമുക്കറിയാം ആക്ടിന്റെ കീഴിലൊക്കെ എന്തെങ്കിലും നിയമവശങ്ങളൊന്നും പാലിച്ചില്ല എങ്കിലും പെനാൽറ്റി ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തൊഴിലുടമ അതെല്ലാം തന്നെ മസ്റ്റായിട്ട് പരിഹരിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ സ്വമേധയാ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള നൽകുന്ന കോമ്പൻസേഷനുകളും ഉണ്ട്. അതിനെല്ലാം എക്സാമ്പിൾ ആണ് ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണ് അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്ന കോമ്പൻസേഷൻ പാക്കേജുകളാണ്. ഓക്കെ അല്ലേ? നമ്മള് കുറച്ച് ഫീച്ചേഴ്സ് ആണ് നോക്കിയത്. Additional form of compensation, then indirect compensation, cost for employers, stimulate work interest, and high standard of living paid to all employees, statutory or voluntary. Okay, വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം. Cost for employers. The employee benefits are kind of labor cost for employers. അതായത് തൊഴിലുടമയാണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ കോമ്പൻസേഷനുകൾ വാഗ്ദാനം ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ ട്രാവലിംഗായിട്ട് ഉള്ള എക്സ്പെൻസ് വഹിക്കാനായിട്ട് എംപ്ലോയർ താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്താണ് ഒരു ഡ്രൈവറെ വെച്ചിട്ട് ബസ് സർവീസ് അവര് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തൊഴിലുടമയാണ് ആ റിസ്ക് എടുക്കുന്നത്. ചില കമ്പനികളിൽ നമുക്കറിയാം ചെറിയ പോർഷൻസ് ഒക്കെ കൊടുക്കണമെന്ന് അവര് നിർദ്ദേശിക്കാം. ഇൻകേസ് ഒരു ട്രിപ്പ് പോകുമ്പോൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ട്രിപ്പ് പോകുമ്പോൾ ചിലപ്പോൾ കമ്പനിയുടെ അല്ലെങ്കിൽ ആ തൊഴിലുടമ മൊത്തത്തിൽ എല്ലാ എംപ്ലോയീസിനും ഫ്രീ ആയിട്ട് എന്താണ് ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചെറിയ കോൺട്രിബ്യൂഷൻ വരണമെന്ന് ആവശ്യപ്പെടാറുമുണ്ട്. അപ്പൊ മോസ്റ്റ്ലി നമുക്കറിയാം എന്താണ് തൊഴിലുടമ തന്നെയാണ് ആ കോസ്റ്റ് വഹിക്കുന്നത്. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ് തൊഴിലുടമയുടെ കോസ്റ്റ് ആണ്, ചെലവിലാണ് ഈ കോമ്പൻസേഷനുകൾ ലഭ്യമാക്കുന്നത്. These benefits are the expenditure that the employer incurs is in addition to the basic base. നമുക്കറിയാം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എന്താണ് അത് ഫസ്റ്റ് ആയിട്ട് എഗ്രിമെന്റിലുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അല്ല അല്ലെ. തീർച്ചയായിട്ടും എന്താണ് നമുക്കറിയാം ഒരു എംപ്ലോയി വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇന്ന സാലറിയിലാണ് വർക്ക് ചെയ്യാനായിട്ട് അവര് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറമുള്ള പാക്കേജസ് ആണ് എന്തെന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകളൊക്കെ വഹിക്കുന്നത് ആര് തന്നെയാണ്? തൊഴിലുടമ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചെറിയ ഇതായിട്ടൊക്കെ എന്താണ് ചെറിയ പ്രൊപ്പോർഷൻ ചിലപ്പോഴെങ്കിലും ചില കമ്പനികളിലൊക്കെ എംപ്ലോയീസിൽ നിന്ന് ഈടാക്കാറുമുണ്ട്. ഓക്കെ, അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊഴിലുടമ തന്നെയാണ് ഈ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിലാണ് ട്രിപ്പ് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അവര് താല്പര്യം ഇല്ലെങ്കിൽ ട്രിപ്പ് പോകില്ല അല്ലെ. അവര് വേണമെങ്കിലാണ് ബസ് സർവീസ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുന്നത്, കാറ്ററിംഗ് സർവീസ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ അവരാണ് മോസ്റ്റ്ലി ഈ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും? നമുക്ക് ഓക്കെ അല്ലേ എല്ലാ പോയിന്റ്സും? നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയർ ബെനിഫിറ്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയർ ബെനിഫിറ്റ് അല്ലെ. തൊഴിലുടമ നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ചെറിയ രീതിയിലെങ്കിലും കോമ്പൻസേഷനുകളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുമുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. ഇൻ കേസ് നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ കുറെ വാഗ്ദാനങ്ങൾ ചെയ്യും അല്ലെ. അവര്
എന്താ അത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ ലഭ്യമാകും, അല്ലെങ്കിൽ ഇന്ന ടൈമുകളിൽ ഇന്ന കോമ്പൻസേഷൻ പാക്കേജുകൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ കുറെ വാഗ്ദാനങ്ങളൊക്കെ തൊഴിലാളികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിയമവശമായിട്ടും ഇത്രയും സാലറി അല്ലെ, ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത്രയും സാലറി ഒക്കെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിയമരേഖയ്ക്ക് അപ്പുറമാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്. അപ്പൊ നോക്കാം, അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. ആൻ ഓർഗനൈസേഷൻ which offers a friendship benefits to its employee enjoys an outstanding reputation in the job market and places itself in a prestigious position to attract the best talents. Okay, ഈ റിക്രൂട്ട്മെന്റ് ടൈമുകളിൽ എങ്ങനെ ഓഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കൂടുതലും പേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, കൂടുതൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓഫേഴ്സ് കൊടുക്കുന്നത് അല്ലേ? ആണോ? കൂടുതൽ പേരും നമ്മുടെ കമ്പനിയിലേക്ക് അപേക്ഷകള് അല്ലെ അപേക്ഷിക്കണം എന്നുള്ള ഒരു മാനദണ്ഡം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് കൊടുക്കുന്നത്, അങ്ങനെ ഓഫറുകൾ കൊടുക്കുന്നത് ആണോ? റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങി, അതെ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോഴെന്താ പ്രത്യേകത? കുറെ ആപ്ലിക്കേഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ നല്ല നല്ല കമ്പനികളൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശസ്തി അല്ലെ, ഇത്രയും നല്ല ഓഫേഴ്സ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ചില കമ്പനികളിലൊക്കെ നമുക്ക് അല്ലെ സെലക്ഷൻ കിട്ടാന്ന് പറയുന്നത് വളരെ ഭാഗ്യപ്പെട്ട കാര്യമാണ്. കാരണം അവിടുത്തെ ഓഫേഴ്സ് ഒക്കെ നമുക്ക് അനുഭവിച്ചു പോകാനായിട്ട് സാധിക്കും അല്ലെ? അത്രയും നല്ല ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തിയുള്ള വലിയ വലിയ കമ്പനികളാണ് വലിയ വലിയ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് അവിടെ ലഭ്യമാകും. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും യോഗ്യമായവരെ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് അതിലെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്, ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ് അല്ലെ, ജോലി അന്വേഷിക്കുന്നവരിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. An organization which offers a friendship benefits to its employees enjoys an outstanding reputation in the job market and places itself in a prestigious position to attract the best talents. Okay, clear അല്ലേ? Okay അല്ലേ? ഏറ്റവും ടാലന്റ് നമുക്കറിയാം, ഒരു 10 അപേക്ഷ അല്ലെ ആപ്ലിക്കേഷൻസ് ഒരു എന്താ പറയണ്ടേ, ഒരാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 10 ആപ്ലിക്കേഷൻസും ഒരാളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് 10 അല്ലെ ഒരു 50 ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണ് 50-ൽ നിന്ന് ഒരു 50 ആപ്ലിക്കേഷൻസിൽ നിന്ന് ഏറ്റവും യോഗ്യരായവനെ കണ്ടെത്താനായിരിക്കും കമ്പനിക്ക് താല്പര്യം. കാരണം ഏറ്റവും സ്മാർട്ടായതും ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്താൻ സാധിക്കും. എന്നുവെച്ചാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉള്ളെങ്കിൽ അതിൽ നിന്ന് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഒരുപാട് പേരെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ വാഗ്ദാനങ്ങൾക്ക് ലഭ്യമാകുമ്പോഴാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, വാഗ്ദാനങ്ങളൊക്കെ എംപ്ലോയീസിന് ലഭ്യമാകുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെ, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ ഓർഗനൈസേഷൻസ് യൂസ് ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് ആസ് one of the techniques to boost morale of employees and to motivate them to work sincerely. Okay, നമുക്കറിയാം ഒരു ലക്ഷ്യം കൂടി അവരൊക്കെ ഉണ്ട് അല്ലെ, എംപ്ലോയീസിന് കുറെ വാഗ്ദാനങ്ങൾ, ഒരു ട്രിപ്പ് കൊണ്ടുപോകാം, ഈ ടാർജറ്റ് ഒക്കെ ഫിനിഷ് ചെയ്ത് നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി കൂട്ടി ഒക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ കമ്പനിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടായി അല്ലെ, ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് നന്നായിട്ട് മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലെ, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണയാണ് അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓൾസോ സാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് ലോയൽ എംപ്ലോയി അല്ലെ, ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു എംപ്ലോയി എന്ന് പറയുന്നത് അല്ലെ, സംതൃപ്തിയായ ഒരു എംപ്ലോയി, തൊഴിലാളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ വിശ്വസ്തരായിരിക്കും അല്ലെ, ആ കമ്പനിയോട് അവർക്കൊരു കൂറുണ്ടാവും അല്ലെ, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. Loyalty builds a long-term relationship between an employer and employee, which helps to reduce attrition rates.
ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ലോയൽറ്റി ബിൽഡ്സ് ലോങ് ടൈം റിലേഷൻഷിപ്പ് അല്ലെ, വിശ്വസ്തമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലായെങ്കിൽ അവിടെ നമുക്കറിയാം ഒരു നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലൊരു നല്ല ബന്ധം സ്ഥാപിക്കുമ്പോഴെന്താ പ്രത്യേകത, ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു കാര്യം അല്ലെ, തൊഴിലാളികൾക്ക് താല്പര്യം ഉണ്ടാവില്ല, കമ്പനിയെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിരിക്കും അവർക്ക് താല്പര്യം അല്ലെ. അഥവാ ഇൻ കേസ് ഇങ്ങനെ കോമ്പൻസേഷൻ ഒന്നും ഇല്ലായെങ്കിൽ എന്താണ് അവര് മറ്റൊരു കമ്പനിയിലും ഇവിടെ നിന്ന് വിട്ടുപോവുക, അവിടെയാണെങ്കിൽ ആ കമ്പനിയിലാണെങ്കിൽ കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടിയിട്ടായിരിക്കും അവർ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കോമ്പൻസേഷനുകൾ അവർക്ക് അവൈലബിൾ ആക്കുമ്പോൾ അവർക്ക് വിശ്വസ്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. റെഡ്യൂസ് അട്രീഷൻ റേറ്റ് അല്ലെ, കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന റേറ്റ് കുറവായിരിക്കും. ഓക്കെ, വിശ്വസ്തതാപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കമ്പനിയിൽ തന്നെ വന്നു പോകാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അവിടെ നിന്ന് വിട്ടുപോകുന്ന ആ റേറ്റ് കുറവായിരിക്കും. ഓക്കെ അല്ലേ, ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു, to attract the most talented job seekers. Then second one, to boost motivation of employees. Loyalty builds long-term relationship between an employer and employee, which helps to reduce attrition rates. Attrition rates എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ കാണിക്കുന്ന ടെൻഡൻസി അല്ലെ, അത് താല്പര്യം കുറഞ്ഞു വരുന്നു. ഓക്കെ, രണ്ട് പോയിന്റ് ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. വേറാണ് ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്. ഇതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്, ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്സ് അല്ലെ. ടാക്സേഷൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം ടാക്സ് അടയ്ക്കണം അല്ലെ. ഇൻ കേസ് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ടാക്സ് ഈടാക്കാവുന്നതാണ്. പക്ഷെ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ ഫ്രിഡ്ജ് ബെനിഫിറ്റ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, അവിടെ ടാക്സ് അത് പേ ചെയ്യുന്ന ആവശ്യകതയില്ല. യൂഷ്വലി ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ് ആർ നോൺ ടാക്സബിൾ എലമെന്റ്സ്. എന്താണ് ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ആണ് അല്ലെ. എംപ്ലോയീസിന് അത്തരത്തിലുള്ള കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിലൊക്കെ അത് എന്താണ് ടാക്സ് പേ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ആണ് in hands of employees. This is a benefit in addition to all other basic benefits. Okay, അത് ബെനിഫിറ്റ്സിനോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ. കാരണം നമുക്കറിയാം നമ്മുടെ സാലറികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ ഇൻകം ബേസ് ചെയ്തിട്ട് എന്താണ് അവിടെ ടാക്സ് പേ ചെയ്യേണ്ടതാണ്, ഗവൺമെന്റിന് കരം അല്ലെ അടച്ചു പോകേണ്ടതാണ്. അതേസമയം ഇതില് അല്ലെ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ ബെനിഫിഷ്യൽ പാക്കേജുകളെ ഒന്നും ബേസ് ചെയ്ത് ടാക്സ് ഈടാക്കേണ്ടതില്ല. സോ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എല്ലാം നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ആണ്. Then fourth point, to improve management labor relations. To improve management labor relations. Fringe benefits act as a compensatory mechanism to reduce the dissatisfaction among workers regarding basic wages and incentives, thus resulting in improved relationship between management and employees. Okay, wages and approval ഇവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും പാക്കേജുകളാണ് അല്ലെ. ട്രിപ്പ് പോവുക, അതല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക, കമ്പനിയെ തന്നെ നന്നായിട്ട് ആഘോഷിക്കുക, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് ആഘോഷിക്കുന്നത് എല്ലായിടത്തും ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അല്ലെ. ഇത്തരത്തിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് ആ അവസരത്തിലെല്ലാം എന്താണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി അല്ലെ അവിടെ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. സാധിക്കില്ലേ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? അങ്ങനെയൊക്കെയുള്ള ടൈമുകളിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് നല്ലൊരു ഫ്രീ ആയിട്ട് അല്ലെ തൊഴിലാളികൾക്ക് തൊഴിലുടമയ്ക്കൊക്കെ അതായത് നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും അല്ലേ. ശരിയാണോ?
ശരിയല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ സ്ഥാപിക്കുമ്പോൾ എന്താ പ്രത്യേകത? നമുക്കറിയാം, കമ്പനിയോട് അല്ലെ ഇണചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയിക്ക് താല്പര്യമുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു കമ്മിറ്റ്മെന്റ് കമ്പനിയുടെ പോകുന്ന പോക്കിനോടൊപ്പം തന്നെ ചരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ചാൻജസ് വന്നാലും അതിനെയും കൂടി ഉൾക്കൊണ്ട് കമ്പനിയോടൊപ്പം ചേർന്ന് തന്നെ പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു താല്പര്യം എംപ്ലോയിയുടെ ഇടയിൽ ഉണ്ടാവും അല്ലെ. കാരണം അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഓഫറുകൾ അല്ലെങ്കിൽ നല്ല നല്ല സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തൊഴിലുടമയാണ് അല്ലെ. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് ഗൈഡഡ് സർവീസ് അല്ലെങ്കിൽ ട്രാവലിംഗ് സർവീസ് അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകളൊക്കെ ഇവർക്ക് ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ലേബർ റിലേഷൻസ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. റെസ്പോണ്ട് ചെയ്യുക. ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാറ്. കാരണം നമ്മൾ എന്താണ് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെ, ബുക്ക്ലെറ്റ് പ്രസന്റ് ചെയ്യുമ്പോഴെന്താണ് നിങ്ങൾ കാണിക്കുന്ന തമ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്തെങ്കിലും മെസ്സേജസ് വരുമ്പോഴാണ് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പരമാവധി മെസ്സേജിൽ അയച്ച് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് എ കൺസേൺ. To promote a companionship among employees. Because the friendship benefits are granted to all the employees without being linked to work performance. They promote a companionship among employees. നമുക്കറിയാം ഇത് വർക്ക് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഒന്ന് ഓഫർ ചെയ്യുന്നതല്ല അല്ലെ. അവിടെ എംപ്ലോയീസിനോട് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാകുന്ന ഓഫറുകളാണ്. They promote companionship among employees. എംപ്ലോയീസ് തമ്മിലൊക്കെ നല്ലൊരു ബന്ധം, നല്ലൊരു ഒത്തൊരുമയോട് കൂടിയിട്ട് പോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ. എന്താ നോക്കുക? ഫ്രണ്ട്സ് ബെനിഫിറ്റ്സ് അഷുർ എംപ്ലോയീസ് ദാറ്റ് ദ മാനേജ്മെന്റ് ഈസ് ബോധേഡ് അബൌട്ട് their needs and difficulties. ഓക്കെ, നമ്മൾ പറഞ്ഞ ട്രാവലിംഗ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സർവീസുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ എന്നുള്ള ഒരു ബോധ്യം അല്ലെ എംപ്ലോയിയുടെ ഇടയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് എ കൺസേൺ അല്ലെ. നമുക്കറിയാം അങ്ങനെ ഒരു ബോധ്യം വരുമ്പോഴെന്താണ് കമ്പനിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസ് തയ്യാറാവും അല്ലെ. ഫ്രഞ്ച് ബെനിഫിറ്റ്സ് അഷുർ എംപ്ലോയിഡ് ദാറ്റ് ദ മാനേജ്മെന്റ് ഈസ് ബോധേഡ് അബൌട്ട് their needs and difficulties. എംപ്ലോയിയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം വരുന്നു, എംപ്ലോയർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവിടെ ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ടു റെഡ്യൂസ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സിൻസ് സം ഓഫ് ദ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് like the same gift to all transportation and candidates facility are distributed actively to all the employees, the volume of the material or the service involved in these benefits will significantly reduce the cost because of acquiring these products or service in bulk. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു വാഹനം സർവീസ് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുടമ വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീൻ സർവീസ് വാഗ്ദാനമൊക്കെ ചെയ്യുമ്പോഴെന്താ പ്രത്യേകത? അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ റിസ്ക് എടുക്കുന്നത് അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ബൾക്കായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഹനം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ എന്താണ് അവിടെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ അല്ലെ. പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കറിയാം മോസ്റ്റ്ലി എല്ലാ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് വർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ബൾക്കായിട്ട് തന്നെ അവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറച്ച് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അധികം ചെലവില്ലാതെ തന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ചെലവില്ലാതെ അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ വാഹന സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ എല്ലാവർക്കും ഇന്ന റൂട്ടുകൾ മാപ്പുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ആ ടൈമിൽ അതേ സമയത്ത് വരുമ്പോഴെന്താണ് ഒരുപാട് റിസ്ക് എക്സ്പെൻസ് ചെലവാക്കേണ്ടതായിട്ട് വരുന്നില്ല.
അല്ലെ കുറഞ്ഞ ചെലവിൽ തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ഓഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ടു റെഡ്യൂസ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ആ ഒരു ഒബ്ജക്റ്റീവ്സിലെ ലക്ഷ്യങ്ങളിൽ വരുമ്പോൾ ഈ കോമ്പൻസേഷൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള കോമ്പൻസേഷൻ ആണ് ഇവർക്ക് കൊടുക്കണമെന്നൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് അല്ലെ. അധികം ചെലവില്ലാതെ മോസ്റ്റ്ലി എംപ്ലോയീസിന് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പൻസേഷനുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഓഫർ ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം അധികം അല്ലെ ചെലവ് അത് റെഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സിനെ നോക്കാം. ഫസ്റ്റ് വൺ ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്. ഓക്കെ, നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ ഏറ്റവും നല്ലവരെ കണ്ടെത്താനായിട്ട് ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലെ. അവിടെ എന്താണ് കമ്പനിയിൽ നിന്നും എംപ്ലോയീസ് വിട്ടുപോകുന്ന നിരക്ക് റിഡ്യൂസ് അട്രീഷൻ റേറ്റ് അല്ലെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്സ്, മറ്റൊരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ടാക്സേഷൻ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊന്നും നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഇനിങ്സ് ആണ്. Then to improve management labor relationship അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. എംപ്ലോയീസ് തമ്മിൽ കമ്പാനിയൻഷിപ്പോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. Then എന്താണ് അവിടെ ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് കൺസേൺ അല്ലെ. അവിടെ എല്ലാവരും എംപ്ലോയിയുടെ ഡിഫിക്കൽട്ടീസും നീഡ്സ് ഒക്കെ കണ്ടറിഞ്ഞിട്ടാണെന്നുള്ള ഒരു മനോഭാവം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഓക്കെയാണോ? അയച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയർ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് കണ്ടു, ഒബ്ജക്റ്റീവ്സ് കണ്ടു, പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയർ ബെനിഫിറ്റ്സ്. എന്തൊക്കെ തത്വങ്ങളാണ് എംപ്ലോയർ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. Disbursement of fringe benefits should be based on the following principles. ഈ എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ ആ ഒരു വിതരണവുമായി ബന്ധപ്പെട്ട ചില തത്വങ്ങൾ നോക്കാം. First one, fringe benefits must be truly beneficial to the employees. The employees do not appreciate superficial fringe benefits. നമുക്കറിയാം എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി നമുക്കറിയാം എംപ്ലോയറിനും ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുന്നത്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കണം അവരുടെ ആവശ്യങ്ങൾ അല്ലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്താണോ അതിന് വേണ്ടിയിട്ടായിരിക്കണം എംപ്ലോയർ ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യേണ്ടത്. ഓക്കെ, ദ എംപ്ലോയീസ് ഡു നോട്ട് അപ്രിഷിയേറ്റ് സൂപ്പർഫിഷ്യൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതായത് അത് അവർക്ക് വേണ്ടിയിട്ട് അവരെ മോസ്റ്റ്ലി നമുക്കറിയാം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവരുത്. എംപ്ലോയർ ഓഫർ ചെയ്യുന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവരുത്. തീർച്ചയായിട്ടും എംപ്ലോയറുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വേണം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നെക്സ്റ്റ് വൺ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എന്താണ് സിൻസിയർ കൺസേൺ ഓഫ് ദ വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. The management should not experience any pressure, nor should not they adopt a sense of superiority because of their position as donors. Okay, അതായത് ഇപ്പൊ സാലറിക്ക് അപ്പുറം വാഗ്ദാനം ചെയ്യുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അല്ലെ. അപ്പൊ അവർ ഇനി എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡോണേഴ്സ് ആണെന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് അവരെ കൊണ്ട് അടിച്ച് നിങ്ങൾ അല്ലെ ഞങ്ങൾ തരുന്ന ഒരു
അധിക നേട്ടമാണ്, അത് ഈ രീതിയിലൊക്കെയാണ് കൈപ്പറ്റേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ മനോഭാവത്തിലുള്ള അടിമകളെ പോലെ അല്ലെ നിലപാടുകളൊന്നും എടുക്കാൻ പാടില്ല. അഡീഷണൽ ആയിട്ടുള്ള പാക്കേജുകൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഗുണകരമായ അല്ലെ എംപ്ലോയിക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവര് കുറച്ചും കൂടി അവർക്ക് കുറച്ചും കൂടി കമ്പനിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി ട്രൂലി ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയീസ്. ദെൻ നെക്സ്റ്റ് വൺ ആണെങ്കിൽ അവിടെ പ്രഷർ കൊടുത്തിട്ട് അവർക്ക് ഓഫറുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കരുത്. Then next നോക്കുകയാണെങ്കിൽ then benefit should be proportionate to the cost. ഓക്കെ, നമ്മള് പറഞ്ഞ മാതിരി തൊഴിലുടമ കുറെ ഓഫറുകളൊക്കെ കൊടുത്ത് അവർക്ക് സാലറിക്ക് അപ്പുറം ഓഫറുകളൊക്കെ കൊടുത്തിട്ട് നഷ്ടത്തിൽ പോകുന്ന രീതിയിലേക്ക് ആവരുത്. അല്ലെ, കമ്പനി നിലനിർത്തി കൊണ്ടുപോകണം. ഇതിൽ മാത്രമാണ് തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നത്. അല്ലെ, അപ്പൊ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് കൈകാര്യം ചെയ്തിട്ട് വേണം ഈ ഓഫറുകളൊക്കെ തീരുമാനിക്കാൻ. The benefits should be proportionate to the cost. Then administration of fringe benefits must be well planned and should be considered by everyone. Okay, നമ്മളെ പറഞ്ഞ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ അത് നല്ല രീതിയിൽ പഠിച്ചല്ലേ, വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഒട്ടുമിക്ക എംപ്ലോയീസിനും അതിന്റെ ഗുണം കിട്ടും എന്നുള്ള ഒരു കാര്യം അല്ലെ. ചിലർക്കെങ്കിലും ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ കേസ് ടൂർ പോലെ ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയത് വരില്ല അല്ലെ. എങ്കിലും മോസ്റ്റ്ലി എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് മോസ്റ്റ്ലി അതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാക്കാനായിട്ട്. എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി വെൽ പ്ലാൻഡ്. അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും കൊടുക്കുകയും അല്ലെ എല്ലാവർക്കും യൂസ്ഫുൾ ആണോ എന്നുള്ളത് ആലോചിച്ചുറപ്പിച്ചിട്ട് വേണം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഷുഡ് ബി കൺസിഡർഡ് ബൈ എവരിവൺ അല്ലെ, എല്ലാവർക്കും കൺസിഡർ ചെയ്ത് പരിഗണിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയി പോകുന്നില്ലേ? ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. നമുക്ക് നോക്കാം. Concerns of employees should be respected as far as possible and the negotiating capacity of the labor union should also be taken into consideration. ഓക്കെ, നമുക്കറിയാം എവിടെ അല്ലെ എംപ്ലോയീസിനെ എല്ലാം ഇവിടെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലെ. ഇപ്പൊ വലിയ വലിയ കമ്പനി ആണെങ്കിൽ ഒരുപാട് എംപ്ലോയീസിന് എന്താണ് താല്പര്യം എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ യൂണിയനുകളൊക്കെ അല്ലെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. സോ അല്ലെ അവിടെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു ഓരോരുത്തർക്കും ഫേവറബിൾ ആയിട്ടുള്ള കാര്യം അല്ലെ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഓഫറുകളൊക്കെ അല്ലെങ്കിൽ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ തീരുമാനിക്കാൻ. Concern of employees should be respected as far as possible and the negotiating capacity of the labor union should also be taken into consideration. അല്ലെ, ചിലപ്പോൾ പറഞ്ഞ മാതിരി യൂണിയൻ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താന്നൊക്കെ കണ്ടറിഞ്ഞില്ലേ അതൊക്കെ ഏറ്റവും മോസ്റ്റ്ലി എന്താണ് താല്പര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെ അവിടെ എംപ്ലോയിയുടെ അങ്ങനെ ഒരു റെസ്പെക്ട്, അതായത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു സ്വീകാര്യമായ നടപടിയൊക്കെ അവിടെ പിടിക്കേണ്ടത് ആവശ്യമാണ്. Concerns of employees should be respected as far as possible and the negotiating capacity. തീർച്ചയായിട്ടും ചർച്ചയൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. സോ നമുക്കറിയാം യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മോസ്റ്റ്ലി എംപ്ലോയിയുടെ റെസ്പെക്ട് ചെയ്ത് അല്ലെ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് വേണം ഈ ഓഫറുകളൊക്കെ കൊടുക്കാനായിട്ട്. Then sixth one പറയുന്നത് it should be possible to estimate the cost of the benefits and adequate finance should be made available. ഓക്കെ, നമ്മളിപ്പോ ചർച്ചയൊക്കെ സംഘടിപ്പിച്ചു അവർക്കൊക്കെ ഓഫറുകൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു അല്ലെ ഇതൊക്കെ വാഗ്ദാനമൊക്കെ ഓക്കെ ഇങ്ങനെയുള്ള കോമ്പൻസേഷനൊക്കെ നമുക്ക് ലഭ്യമാക്കാം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുത്താൽ മാത്രം പോരാ.
അത് നടപ്പാക്കുകയും വേണം അല്ലെ. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സിന്റെ കോസ്റ്റ് എന്താണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ആഡിറ്റേറ്റ് ഫിനാൻസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അവിടെ ഫിനാൻസ് അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് അവൈലബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്. Last one, sorry, 7th one, the benefits must be a broader based as possible. That is, it should be applicable to as large a number of employees as possible. അതായത് വിശാലമായ ഒരു അല്ലെ പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് കണ്ടെത്തേണ്ടത്. അതായത് മോസ്റ്റ്ലി ഭൂരിഭാഗം എംപ്ലോയീസിനും ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ കൊണ്ട് അല്ലെ അവിടെ ഉപകാരപ്രദമാണ് അല്ലെ. ഒരുപാട് പേർക്ക് അതുകൊണ്ട് നേട്ടമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അല്ലെങ്കിൽ കുറച്ച് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന്റെ കുറച്ച് ഭാഗം ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അതുകൊണ്ട് യൂട്ടിലൈസേഷൻ ഉള്ളതെങ്കിൽ നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു കോമ്പൻസേഷൻ കൊണ്ട് എല്ലാ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു കമ്മിറ്റ്മെന്റ് കമ്പനിയോട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള അന്തരീക്ഷം എത്തിക്കാൻ സാധിക്കില്ല. മോസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനും ആ ഒരു കോമ്പൻസേഷൻ കൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമുണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. The benefit must be as broad based as possible. That is, it should be applicable to as a large number of employees as possible. The 8th point കൂടി നോക്കാം. Employees should be well informed about using the benefits to maximum advantage. Okay, ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ അതുകൊണ്ട് എന്താണ് യൂസേജ് ഉണ്ടാവുക അല്ലെ. വെൽ ഇൻഫോംഡ്, അതുകൊണ്ട് ഇങ്ങനെ രീതിയിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പങ്കുവെക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, if it is in monetary form, employees should be educated on how to invest wisely or how to use sensibly and not misuse away the money received. ചിലരൊക്കെ നമുക്കറിയാം ബോണസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് സാലറിക്ക് അപ്പുറം അല്ലെ എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് കിട്ടുമ്പോൾ അതങ്ങനെ അടിച്ചു പൊളിച്ച് അത് അപ്പൊ തന്നെ തിരുത്തുകളെ. അങ്ങനെ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടാവില്ലേ? സാലറിക്ക് അപ്പുറം കിട്ടിയ കുറച്ചും കൂടി നല്ല ഒരു എമൗണ്ട് അല്ലേ. അപ്പൊ അത് എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് കിട്ടാന്നുള്ള ഒരു മനോഭാവം ആയിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കിട്ടിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല അല്ലെ. ആ ഒരു രീതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുടമ തന്നെ തൊഴിലാളികൾക്ക് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കോമ്പൻസേഷനുകളൊക്കെ എവിടെയെങ്കിലും നമുക്ക് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു മനോഭാവങ്ങളൊക്കെ അവരിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഇഫ് ഇറ്റ് ഈസ് മോണിറ്ററി ഫോംസ്, എംപ്ലോയീസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഓൺ ഹൗ ടു ഇൻവെസ്റ്റ്. നല്ലൊരു വിദ്യാഭ്യാസം എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുക. എങ്ങനെയാണ് ബുദ്ധിപൂർവം ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ വരുമാനം അല്ലെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് മിസ്യൂസ് ചെയ്യാതെ നമുക്ക് അത് ഇൻ കേസ് ഭാവിയിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെ. എവിടെയെങ്കിലൊക്കെ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇൻഷുറൻസുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ഒക്കെ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ തുറന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അല്ലെ ഒരു സേവിങ്സിലേക്ക് എത്തുകയും തീർച്ചയായിട്ടും കമ്പനിയോടും ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് ഉണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ കരുതി വെച്ചത് കൊണ്ടാണ് നമുക്ക് അല്ലെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും അല്ലെ. ഇൻ കേസ് ഭാവിയിലും നമുക്ക് സെക്യൂർ ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ചുമതല അല്ലെ ഒരു നല്ല ഒരു സേവിങ്സ് അത് ലഭ്യമാക്കി തന്നത് കമ്പനി തന്നെയാന്നുള്ള ഒരു മനോഭാവം അവിടെ ഉണ്ടാവും. സോ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അവര് കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അതും ആ ഒരു ഇൻഫോർമേഷൻസും അവിടെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. 8 പോയിന്റ് അല്ലെ. 8 പോയിന്റ് വരെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
Okay, it should be possible to estimate the cost of a benefit. അതായത് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിന് വേണ്ടി വരുന്ന കോസ്റ്റ് അല്ലെ, ചെലവ് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. Then adequate finance should be made available. നമ്മളിപ്പോ ആ ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അതിന് അല്ലെ ആ ഒരു കോമ്പൻസേഷൻ വാഗ്ദാനം ചെയ്താൽ മാത്രം പോരാ, അത് നടപ്പാക്കണം അല്ലെ. അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ പ്രിൻസിപ്പൽസിൽ നമ്മൾ ഓഫറുകൾ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടും ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അല്ലാതെ ഫണ്ടില്ലാതെ നമ്മൾ കുറച്ച് ഓഫർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് നടപ്പാക്കി പോകാനായിട്ട് പറ്റാതെ വരും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഓഫറുകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓഫറുകൾ കൊടുക്കാനായിട്ട്. It should be possible to estimate the cost of benefits. In case employees ഒരുപാട് അല്ലെ എന്തെങ്കിലും ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഒരുപാട് പറയും. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാനായിട്ട് എംപ്ലോയർക്ക് പറ്റാതെ വരും അല്ലെ. അവര് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഏത് ആവശ്യമാണോ ആ ആവശ്യം നമ്മൾ കോമ്പൻസേഷൻ വാഗ്ദാനം ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള അഡിക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് അവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടുള്ളൂ. So it should be possible to estimate the cost of benefits and adequate finance should be made available. Clear? Clear ആണോ? വേറെ എന്തെങ്കിലും? ഇനി എന്തെങ്കിലും മ്യൂട്ട് ആക്കിയിട്ടുണ്ട്? നമ്മൾ ഇന്ന് എടുത്തത് ഏതൊക്കെയാണ്? ഒരു ഡെഫിനിഷൻ കൂടി എടുത്തു, അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫീച്ചേഴ്സ് നമ്മൾ എടുത്തു. ദെൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൽസ് അല്ലെ, എല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ്. സ്പീഡ് കൂടുതലൊന്നും ആയിരുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബാക്കി ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് തന്നെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.